ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചമ്മന്തിക്കറിയാണ്. നല്ല സൂപ്പർ ടേസ്റ്റിൽ ഒരു തേങ്ങാ ചമ്മന്തിക്കറി. ദോശ, അപ്പം, ഇഡ്ഡലി എന്നിവയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിൽ വളരെ എളുപ്പത്തിൽ ഒരു തേങ്ങാ ചമ്മന്തിക്കറി തയ്യാറാക്കാം. അപ്പോൾ ചമ്മന്തിക്കറി തയ്യാറാക്കുന്നതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു തേങ്ങ ചെറുതായി ചിരുകിയത്, 8 ചെറിയ ഉള്ളി, 5 വറ്റൽമുളക്, പിന്നെ കറിവേപ്പില. അപ്പോൾ നമുക്ക് ആദ്യം മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ട് ചിരുകി വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 3 ചെറിയ ഉള്ളി 2-3 കഷ്ണങ്ങളായി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. അടുത്തതായി നമുക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 2 ടീസ്പൂൺ മതി കേട്ടോ, കൂടുതലായാൽ ചമ്മന്തിക്ക് ഭയങ്കര എരിവായി പോകും. ഇനി നമുക്ക് മിക്സിയിൽ അരച്ചെടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ ചമ്മന്തി തയ്യാറാക്കാൻ നമുക്കൊരു ഉരുളി അടുപ്പിൽ വെച്ച് തീ കത്തിക്കാം. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് തീ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് എണ്ണ തിളപ്പിച്ചതിന് ശേഷം 1 ടീസ്പൂൺ കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. കടുക് പൊട്ടുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോ കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഈ ഉള്ളി ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 2 മിനിറ്റ് നല്ലപോലെ ഇളക്കി കൊടുക്കുമ്പോൾ ഉള്ളി നല്ല മുരിഞ്ഞു വരും. കണ്ടോ, ഇതിപ്പോ 2 മിനിറ്റ് ആയി, ഉള്ളി നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറ്റൽമുളക് 2 കഷ്ണങ്ങളായി മുറിച്ച് ചേർത്ത് കൊടുക്കാം. ഈ വറ്റൽമുളക് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്കൊരു 30 സെക്കൻഡ് കൂടി നല്ലപോലെ ഇളക്കിയാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മൊത്തത്തിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് 1 കപ്പ് വെള്ളത്തിൽ നമ്മൾ നേരത്തെ തേങ്ങ അരച്ച ജാർ ഒന്ന് കഴുകി ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നാൽ വെള്ളം ഇത് പോരാ കേട്ടോ, ഇനി നമുക്ക് വേണം. നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ബാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് കലക്കിയിട്ട് ഉപ്പിനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിട്ട 1 ടീസ്പൂൺ ഉപ്പ് പോരാ കേട്ടോ, ഉപ്പ് കുറവുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പ് കറക്റ്റ് ആയിട്ടുണ്ട് ഇതിൽ. ഇനി നമുക്ക് തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 3 മിനിറ്റ് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഈ ചമ്മന്തി തയ്യാറാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ചമ്മന്തി തിളയ്ക്കാൻ വിടരുത്. ഇതിപ്പോൾ റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ചമ്മന്തി നല്ല ചൂടായി തിളപ്പ് വരുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ചമ്മന്തി നല്ല ചൂടായി, കണ്ടോ, തിളപ്പ് തുടങ്ങി വരുന്നതേ ഉള്ളൂ, തിളച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിക്കറി തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. ഇത് കണ്ടോ, നല്ല കുറുകുറാന്ന് സൂപ്പർ ടേസ്റ്റിൽ ചമ്മന്തിക്കറി റെഡിയായത്. ചമ്മന്തി നല്ല ചൂടായി തിള വരുന്നത് കാണുമ്പോഴേ തീ ഓഫ് ചെയ്യണം. എന്നാൽ മാത്രമേ ചമ്മന്തി നല്ല ടേസ്റ്റിൽ കിട്ടത്തുള്ളൂ. നമ്മുടെ തേങ്ങാ ചമ്മന്തി നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. കണ്ടോ, നല്ല സൂപ്പർ ചമ്മന്തിക്കറി റെഡി. ദോശയുടെയും അപ്പത്തിനോടൊപ്പം ഒക്കെ കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ ഇത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം ഇതുപോലെ ചമ്മന്തിക്കറി ഉണ്ടാക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. പുതുതായി വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്മയുണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. വീണ്ടും നമുക്ക് വ്യത്യസ്തമായ പുതിയൊരു വിഭവവുമായി കാണാം. ഓക്കെ.